എല്ലാവർക്കും രവേട്ടന്റെ എന്റെ നമസ്കാരം. കവിതാ പ്രയാണം തുടരുന്നു. ഇന്ന് ഈ ഒരു കവിത എടുത്താലോ? ഇന്ന് ഇവിടെ കുറവന്റെ കിളി. ഇത് കുറച്ച് പ്രസിദ്ധമായ ഒരു കവിതയാണ്. കവിത തന്നെ തോന്നുന്നു. ഇത് നീണ്ട കവിതയാണോ ഒരു സംശയം. അത്രയൊന്നുമല്ല, കുറച്ച് ഇത്രയും എടുക്കാൻ പറ്റുമോ? കട്ടി നോക്കാം. ഇത് കൂടാളി സ്കൂൾ ജോലി ചെയ്യുന്ന കാലത്ത് എഴുതിയതാണ്. അദ്ദേഹത്തിന്റെ ഉറ്റ മിത്രവും അയാൾ അടുത്ത മൂന്ന് താമസക്കാരനുമായിരുന്ന ഒരു രാമകൃഷ്ണൻ മാസ്റ്റർ, MK രാമകൃഷ്ണൻ മാസ്റ്റർ ഉള്ള പ്രസിദ്ധനാണ്. ഒരുപാട് ഇതൊക്കെ ചെയ്ത ആളാണ്, തർജ്ജമയും അതും ഇതൊക്കെ പലതും. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇത് നല്ല ഒരു കവിതയായിട്ട് അദ്ദേഹം പരിഗണിക്കുന്നു. കവി സാധാരണ അയാളോട് പറയും, ഞാൻ ഈ കുറവന്റെ കിളിയെ പോലെയാണ്, കുറവൻ കൂട്ടിലിട്ട കിളിയെ പോലെയാണ് ഞാൻ. കവിക്ക് മലയാളം അധ്യാപകനായി ജോലി കിട്ടുന്നത് ഒരു തരത്തിൽ നല്ലതാണെങ്കിലും കവി പറയുന്നത്, ഞാൻ അതുകൊണ്ട് ബന്ധനസ്ഥനായിപ്പോയി, എനിക്ക് പുറം ലോകമായിട്ടൊന്നും അടുക്കാൻ കഴിയുന്നില്ല. അതൊരു സത്യവുമായിരുന്നു. സ്കൂളിൽ ജോലി ചെയ്യുമ്പോ എനിക്കതിന്റെ സ്കൂളിൽ ജോലി സമയത്ത് നിങ്ങൾ എവിടെയാ പോകുന്നത്? കവിക്ക് കൂടാളി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എന്നെ കൂടെ പഠിപ്പിച്ച ആളാണ് KT മാധവൻ മാഷ് എന്ന് പറയും. അദ്ദേഹം കവിക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിരുന്നു. നിങ്ങൾ എപ്പോൾ വരുന്നു എപ്പോൾ പോയിക്കോ, പ്രശ്നമല്ല സ്കൂളിൽ. അത് KT കൂടാളി സ്കൂളിൽ. പക്ഷേ അദ്ദേഹം കൊല്ലംകോട് പോയപ്പോൾ ശരിക്കും അനുഭവിച്ചു. കുട്ടികളും കൂടി താഴത്ത് കവിയുടെ ക്ലാസ് കുറെയെല്ലാം പുറത്ത് മരത്തിന്റെ ചോട്ടിലിരുന്നു. അങ്ങനെ പോകുന്നതൊന്നും അയാൾക്ക് ഇഷ്ടമല്ല. കവി ചിലപ്പോൾ പോസ്റ്റ് ഓഫീസിൽ പോയി ക്ലാസ്സിൽ 5 മിനിറ്റ് പോയി അയാള് നേരെ ക്ലാസ്സിന് മുമ്പിൽ നിൽക്കുന്നുണ്ടാവും. ഇതൊന്നും കവിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കൂടാളി കൊല്ലംകോട് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു കവിക്ക് കുറെ കാലം. അപ്പൊ ഈ കുറവിന്റെ കളി എന്നുള്ളത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമ്മൾ ഇപ്പോഴും ആ പാശ്ചാത്യ സംസ്കാരത്തിന്റെ നേർക്ക് തന്നെ ഇങ്ങോട്ട് വിട്ടുമാറിയിട്ടില്ല. നമ്മളിപ്പോഴും നോട്ടം മുഴുവൻ ആ ഭാഗത്തേക്കാണെന്നാണ് കവിയുടെ അഭിപ്രായം. സ്വതന്ത്രമായി ഇതിനൊക്കെ നമ്മുടേതായ ഭാഷകളെ വളർത്തണം. മാതൃഭാഷ സംസ്കൃതം ഇതിനൊക്കെ പിന്നണിയിൽ ആക്കുക എന്നുള്ളതാണ് കവിയുടെ വിചാരം. ഒരു തരത്തില് അത് ശരിയാണ്. ഇനിയും ഒരു കാലത്ത് നമ്മുടെ ഭട്ടതിരി മാഷ് ദുർഗാ സ്കൂൾ വർക്കുമ്പോൾ അദ്ദേഹം എളുപ്പം പറയുന്നു, ഹിന്ദി മാഷ് എന്റെ അധ്യാപകനായിരുന്നു, അവള് വലിയ എഴുത്തായിരുന്നല്ലേ. നമ്മൾ വേണ്ട പോലെ മാനിക്കുന്നില്ല അദ്ദേഹത്തിന്. നാട്ടുകാരന് നിറഞ്ഞിട്ടും തുളസീദാസന്റെ രാമായണം തർജ്ജമ ചെയ്ത ആളാണ്. എന്തൊരു മലയാള പദങ്ങൾ എന്നറിയോ? നമസ്കാരമാ രാമപത്നി പദത്തിൽ, അതെ തുളസി ഒരാളുടെ പേരാണ്. അതും അതിലത്തെ ഒരു ശ്ലോകം, നമസ്കാരമാ രാമപത്നി പദത്തിൽ സമസ്തം മനസ്താവമസ്തംഗമിക്കാൻ. എന്തൊരു പദപ്രയോഗം! ഇത്രയും പ്രാസമുള്ള ഒരു കവിത ഞാൻ കണ്ടു. അപ്പൊ മതിയൊരു ദിവസം രാമായണം അതിന്റെ തർജ്ജമ വെച്ചിട്ട് ഞങ്ങൾ വന്ന് കേൾപ്പിക്കുക. ഞാൻ ദുർഗാസ്കൂളിന്റെ കാലത്ത്. അപ്പൊ കുറവന്റെ കിളി ഈ പോകുന്നിട്ട് കിടക്കും. ഏതെങ്കിലും ഒരു ഭാഗം വരെ നമുക്ക് പഞ്ചരത്തിന്റെ വാത് തുറന്നിട്ടും പുഞ്ചിരകു വിരുത്താത്തതെന്തു നീ, ബന്ധനമറ്റു മോചനം നേടിയിട്ടും, ബന്ധനമറ്റു മോചനം നേടിയിട്ടും, വാട്ടമേറും മിഴികളാൽ പിന്നെയും കൂട്ടിലേക്കോ തിരിഞ്ഞു നോക്കുന്നു നീ, കൂട്ടിലേക്കോ തിരിഞ്ഞു നോക്കുന്നു നീ. നെഞ്ചിലെത്തിലാളിച്ചൊരു കൂടിനെ പൂഞ്ചിറകിനാൽ വീണ്ടും ഉറുമുന്നോ, പാട്ടിൽ വാഴിച്ചരിമണി നൽകിയ കൂട്ടുകാരനെയോർത്തു കരയുന്നു. ഹന്ത ദീർഘപരിചയാൽ ബന്ധന
പഞ്ചരം നിജഗേഹമായി തീർന്നുവോ സന്തതമൗഢ്യ ചിന്തയാൽ ദാസ്യമന്ധകാരം വെളിച്ചമായി മാറിയോ എന്തൊരു മാറ്റമേറ്റു മനോഗതി എന്തൊരു പരിണാമം പിണഞ്ഞുപോയി സുന്ദരം തവ ഭാവമിന്നെങ്ങു പോയി സുന്ദരം തവ രൂപമിന്നെങ്ങും പോയി മാഞ്ഞു പോയിതാവാർ മഴവില്ലൊടി മാല ചാത്തിയ സഖ്യന്റെ പൂവനം ഇടലേശാത്ത നാളുകൾ പണ്ടു കണ്ടവരിന്നു നിന്നെ അറിയുമോ താമസ പിണ്ഡമായി പ്രകൃതി തന്നോ മനമകളായി കടിച്ച നീ നിഗതിയെ കറങ്ങുന്നു ബന്ധന സർഗശക്തി മരവിച്ചു പോയ നീ അതു നിൻ മൃത്യുപാശമില്ലെങ്കിലും പറ്റുകില്ലിനി പിണ്ടലമേറ്റുവാൻ ബന്ധനമേറ്റു വീർപ്പുമുട്ടുന്നു നിൻ ബന്ധുരമം സ്വതന്ത്ര ചിന്താഗതി മുഖമായി മൂടിപ്പാടേ തവ മനം കൃത്രിമം പുറവന്റെ ഭാഷയാൽ എന്തിനു വേണ്ടിയാണവൻ നിന്നെ ഈ യാന്ത്രിക ഭാഷയെന്നു പഠിപ്പിച്ചു ലഭ്യമാകുവതുണ്ടിന്നിതു മൂലം ചുട്ടകറ്റുവാൻ അലഞ്ചരിമണി കഷ്ടമെങ്കിലും നിന്മാതൃഭാഷ തൻ പട്ടടയാ ചമഞ്ഞിതി പഞ്ചരം എങ്ങു നിൻ ഭാവമഭാഷയാഗാനം കേൾക്കണം ചിന്നുമക്കിളിപ്പാട്ടുകൾ നാണമില്ലയോ ചൊല്ലാൻ കൂടവന്റെ ഭാഷ പോയാൽ തുലഞ്ഞു ഞാനെന്നിപ്പോ നിലവാനിൽ നീ കണ്ടുവോ പൂന്തിങ്കൾ ശോഭയരും ചുവപ്പൂ കിളികളെ പവന പുഷ്പവാടിയെ പാട്ടിനാൽ പൂവണിയിച്ച മഞ്ഞ കിളികളെ അകിളി കുലം നേടി പരമ്പര രക്തമോടും സ്വതന്ത്രമാർഗത്തിൽ അകിളി കുലം നേടി പരമ്പര രക്തമോടും സ്വതന്ത്രമാം ഭാഷയിൽ അന്യഭാഷാഭിമാനാൽ ഞെളിയുന്ന നിന്നെ നോക്കി ഹസിക്കയാം സ്വാതന്ത്ര്യം ചേണുലാവുമുഷസായി മധുമാസ പ്രാണീനതനം ചെയ്യും വനങ്ങളിൽ ശ്യാമള പ്രകൃത്യമ്പതൻ കോമള പൂമൃദുമ തഴുകി രസാകുലം മമരങ്ങളെ കോരി തരിപ്പിച്ച മാതൃഭാഷയ ഭാഷയിന്നെങ്ങു പോയി അന്തരാത്മാവിൽ നിന്നുയർന്നുന്നത് വിണ്ടലം കേട്ട ഗാനമിന്നിങ്ങു പോയി ആത്മബോധമാദീപമിന്നെങ്ങു പോയി ആത്മവീര്യമാമന്ത്രമിന്നെങ്ങു പോയി
ഒന്നു തൊട്ടതേയുള്ളൂ കുറവനിന്നു തൊട്ടു നീയാളാകെ മാറിയോ മാന്യരാമ സുഹൃത്തുക്കളൊത്തു നീ മാന്യരാമ സുഹൃത്തുക്കളൊത്തു നീ മാതൃഭാഷയിൽ പാടിയുണരുമോ മാന്യരാമ പറവകളൊത്തു നീ മാതൃഭാഷയിൽ നേടിയുയരുമോ ഉച്ചമായുള്ളലിഞ്ഞു ചോദിക്കയാനുഗതിക്കു കൊതിക്കുന്ന വിണ്ടലം നാട്ടിലെ വിരുന്നോടു നുണയേണ്ട വീട്ടിലെ ഇരുന്നോടു നീ നിത്തുകേ നാട്ടിലെ വിരുന്നോണു നുണയേണ്ട വീട്ടിലെ ഇരുന്നോടു നീ നിത്തുകേ മാതൃഭാഷയുടെ മഹത്വമാണ് ഇതില്. കവി മാതൃഭാഷ അധ്യാപകനായിരുന്നു. ഭാഷയെ മലയാള ഭാഷ വളരെ അവഗണിക്കപ്പെടുന്നു എന്നുള്ളതിന് എപ്പോഴും പരാതി ഉണ്ടായിരുന്നു. ഏതായാലും സന്തോഷം. അടുത്ത കവിതയുമായി അടുത്ത പ്രാവശ്യം.